അസ്സലാമു അലൈക്കും പ്രിയപ്പെട്ടവരെ, എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുകയാണ്. അതോടൊപ്പം തന്നെ യാത്രകൾ ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അതും ചരിത്രങ്ങളെ തേടിയുള്ള യാത്രകൾ. നമ്മൾ ഓരോ യാത്രകളും നടത്തുന്ന, പ്രത്യേകിച്ച് പല യാത്രകളും പല സ്മാരകങ്ങളും നമ്മൾ കാണാൻ വേണ്ടിയുള്ള യാത്രകൾ, അതുപോലെ തന്നെ പല മഹാരഥന്മാരുടെ അവർ മറപ്പെട്ട് കിടക്കുന്ന അവരുടെ ആ ഒരു സ്ഥലങ്ങൾ, അവരുടെ ആ ഒരു വലിയ ഓർമ്മിപ്പിക്കപ്പെടുന്ന ചരിത്ര നിർമ്മിതികളൊക്കെ കാണാനൊക്കെ നമ്മൾ പല യാത്രകളും അതുപോലെ തന്നെ സിയാറത്ത് യാത്രകളും ഒക്കെ നടത്തുന്നവരാണ്. എന്നാൽ യാത്ര എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു വിനോദമാണ്. ഇന്ന് ഞാൻ ഈ വീഡിയോയിലെത്തിയിട്ടുള്ളത് ജനുവരി 2025 ജൂലൈ 13 ഞായറാഴ്ച ഇന്നലെ വന്ന ചന്ദ്രിക ദിനപത്രത്തിൽ വന്നിട്ടുള്ള, ചന്ദ്രിക വാരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ഒരു യാത്രയുടെ അനുഭവം പങ്കുവെക്കുന്ന ഒരു ലേഖനമുണ്ട്. ഞാനത് നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. പ്രിയപ്പെട്ട യാത്ര എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട റഹീം കല്ലായം എഴുതിയിട്ടുള്ള ഒരു ലേഖനം. ഓരോ ചരിത്രവും നമുക്ക് കേൾക്കുമ്പോൾ അത് മനസ്സിൽ തട്ടുന്ന രൂപത്തിലായിരിക്കും. ഏതായാലും ഞാൻ ചരിത്രത്തിലേക്ക് കടക്കുകയാണ്. കൂടുതൽ പറഞ്ഞ് നിങ്ങളുടെ സമയം കവർന്നെടുക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ ഇതുപോലുള്ള വീഡിയോ കാണാനും ചരിത്രങ്ങൾ ഉൾക്കൊള്ളുന്നതുമായി ബന്ധപ്പെട്ടും അതുപോലെ തന്നെ മറ്റു മേഖലയുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്താറുണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ കാണുകയും കൃത്യമായി കേൾക്കാൻ തയ്യാറാവുകയും ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുകയാണ്. അതോടൊപ്പം തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ഇതൊക്കെ മറ്റുള്ളവർക്ക് കൂടി കേൾപ്പിക്കാൻ കൂടി തയ്യാറാകുമെന്ന് കൂടി സമയത്ത് പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും നമ്മുടെ വീഡിയോ കാണുന്നവർക്ക്, എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ്. തുടർന്നും ഇനി കാണാൻ പോകുന്നവർക്കും എല്ലാവർക്കും 1000 നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വീഡിയോയിലേക്ക് കിടക്കുകയാണ്. പ്രിയപ്പെട്ട റഹീം കല്ലായം യാത്ര എന്ന തലക്കെട്ടിൽ എഴുതിയിട്ടുള്ള ആ ഒരു ലേഖനത്തിലേക്ക് കിടക്കുകയാണ്. ബീജാപ്പൂരിൽ തെരുവ് മുഴുവനും ധോലിൻ്റെ താളം, കൃഷ്ണഭജനുകൾ, കടും നിറത്തിലുള്ള പച്ച വസ്ത്രങ്ങൾ ധരിച്ച സ്ത്രീകളും ഉല്ലാസവാന്മാരായ കുട്ടികളുമൊക്കെ ചേർന്ന് നടന്നു പോകുന്നു. അടുത്ത ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ്. ഗോൽ ഗുംബസ് കഴിഞ്ഞാൽ ബീജാപ്പൂരിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിർമ്മിതികളിലൊന്നായ ഇബ്രാഹിം റൗസയിലേക്കാണ് യാത്ര. കറുത്ത താജ്മഹൽ ഡക്കാനിൻ്റെ താജ് ഇതറിയപ്പെടുന്നു. ബീജാപ്പൂർ മിനാരങ്ങളുടെ നഗരമാണ്. നൂറുകണക്കിന് സൗധങ്ങളും മിനാരങ്ങളും താഴെക്കുടകളുമില്ലാതെ ബീജാപ്പൂർ നഗരദൃശ്യം അപൂർണമാണ്. ആദിൽ ഷാഹി രാജാക്കന്മാരുടെ ചരിത്രത്തിലെ സുപ്രധാനമായ നിമിഷങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച കഥകൾ ഈ നാടിന് പറയാനുണ്ടേറെ. അകലെ നിന്ന് തന്നെ കാണാം താജിൻ്റെ പ്രൗഢിയോടെ നെഞ്ചു വിരിച്ചു നിൽക്കുന്ന ഇബ്രാഹിം റൗസയുടെ ഭംഗി. ശില്പകലയുടെ മനോഹാരിതകൾ കൊണ്ട് കാണുന്ന ആരെയും മോഹിപ്പിക്കുന്ന വാസ്തുശില്പം. 1626 ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ്റെ കാലത്ത് നിർമ്മിച്ചതാണിത്. 1580 നിർമ്മാണം ആരംഭിച്ചത്. തേക്കിൻ്റെ താജ് എന്ന വിശേഷണവും കൂടി ഉള്ള ഈ സമുച്ചയം ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ നിയന്ത്രണത്തിലുള്ള ദേശീയ പ്രാധാന്യമുള്ള ഒരു സ്മാരകമാണ്. മക്ക ദർവാസ എന്നറിയപ്പെടുന്ന പഴയ ബീജാപ്പൂരിൻ്റെ പ്രധാന പടിഞ്ഞാറൻ കവാടത്തിന് തൊട്ടുപുറത്താണ് ഈ ഐതിഹാസിക സ്മാരകം സ്ഥിതി ചെയ്യുന്നത്. ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ നിർമ്മിച്ച നഗരങ്ങളായ ബീജാപ്പൂരിനെയും സൗരസ്പൂരിനെയും ബന്ധിപ്പിക്കുന്ന സ്ഥലമാണിത്. ടിക്കറ്റ് എടുത്ത് അതിമനോഹരമായ ഒരു പൂന്തോട്ടത്തിലൂടെ കടന്ന് അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ വല്ലാത്തൊരു അനുഭൂതിയാണ്. ഒരു വശത്ത് രാജകീയ
താരുണ്യങ്ങൾ ഭരണാധികാരികൾ ഒരു കാലത്ത് രാജകീയ താരുണ്യങ്ങൾ ഭരണാധികാരികൾ, സുൽത്താൻമാർ വിലസിയ ഇടനാഴികൾ, അവർ സായാഹ്നങ്ങൾ ചിലവിട്ട മട്ടുപാവുകൾ, കരിങ്കല്ലിൽ തീർത്ത കരവിരുതുകൾ, കല്ലിൽ കൊത്തിയ കവിത പോലെ എത്ര കണ്ടാലും തീരാത്ത ഒരപൂർവ ലോകമാണിത്. ഒറ്റനോട്ടത്തിൽ മധ്യഭാഗത്തുള്ള സ്മാരകം കണ്ടപ്പോൾ ഹൈദരാബാദിലെ ചാർമിനാറിൻ്റെ തനി പകർപ്പാണെന്ന് തോന്നിപ്പിക്കുന്നു. രൂപഘടനയിൽ സാമ്യസാദൃശ്യവും ബാഹ്യഭാഗങ്ങളുടെ സമാനതയുമാണ് കാരണം. അകത്തു കടന്നാൽ വിശാലമായ മൈതാനത്ത് നിർമ്മാണ കലയിലെ ഔന്നിത്യം വിളിച്ചറിയിക്കുന്ന രണ്ട് സ്മാരകങ്ങൾ. ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമനാണ് ഈ സുന്ദര സ്മാരകത്തിൻ്റെ നിർമ്മാണം തുടങ്ങിയതെങ്കിലും അദ്ദേഹത്തിൻ്റെ മരണശേഷം പത്നി താജ് സുൽത്താനയാണ് ഇത് പൂർത്തീകരിച്ചതെന്ന് ചരിത്രം പറയുന്നു. ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമനെ കൂടാതെ അദ്ദേഹത്തിൻ്റെ ഭാര്യ താജ് സുൽത്താനയെയും രണ്ടുപേരെയും അടക്കം ചെയ്തത് ഇവിടെയാണ്. 360 അടി നീളവും 160 അടി വീതിയുമുള്ള പീഠം പോലെയുള്ള ഒരു ഉയർന്ന സ്ഥലത്താണ് രണ്ടു കെട്ടിടങ്ങളും നിർമ്മിച്ചിരിക്കുന്നത്. ശവകുടീരം തന്നെ 42 അടി ചതുരവും 33 അടി ഉയരവുമുള്ളതാണ്. പുറമേ നിന്ന് നോക്കുമ്പോൾ രണ്ട് കെട്ടിടങ്ങൾക്കും മധ്യത്തിലായി ഒരു പ്രവേശന കവാടം കാണാം. അകത്ത് കയറുമ്പോൾ രണ്ട് കെട്ടിടങ്ങളുടെയും ഇടക്കുള്ള തുറസായ സ്ഥലത്ത് അലങ്കാരവേലികൾ ചെയ്ത ഒരു കുളവും ജലധാരയുമുണ്ട്. ആദിൽ ഷാഹി രാജാക്കന്മാരുടെ വാസ്തുവിദ്യാ പ്രഭാവത്തിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് ഇബ്രാഹിം റൗസ. ഇന്തോ ഇസ്ലാമിക് പേർഷ്യൻ ശൈലിയിലാണ് സ്മാരകം നിർമ്മിച്ചിട്ടുള്ളത്. ഇടതുവശത്തുള്ള കെട്ടിടത്തിലാണ് ഖബറുകൾ ഉള്ളത്. ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ, ഭാര്യ സുൽത്താന, മകൾ, 2 ആൺമക്കൾ, സുൽത്താൻ്റെ മാതാവ് ഹാജി ബഡി സാഹിബെ എന്നിവരുടേതാണ് ഖബറുകൾ. പുറത്ത് സൗദം രൂപകൽപ്പന ചെയ്ത മാലിക് സാൻഡലിൻ്റെ ഖബറുമുണ്ട്. ഇടതുവശത്താണ് പള്ളി. രണ്ടു കെട്ടിടങ്ങൾക്കും 4 മൂലകളിൽ മിനാരങ്ങളുണ്ട്. എൻ്റെ കണ്ണുകൾ പള്ളി മിനാരത്തിലേക്ക് പാഞ്ഞു. പള്ളിയും കുടീരവും സമാനമായ രൂപകൽപ്പന സവിശേഷതകൾ പങ്കിടുന്നുണ്ടെങ്കിലും പ്രത്യേകിച്ച് അവയുടെ മൊത്തത്തിലുള്ള പ്രൊഫൈലുകളിൽ ശവകുടീരം സമുച്ചയത്തിലെ കലാപരമായ കരകൗശലത്തിൻ്റെ കേന്ദ്രബിന്ദുവാണ്. പള്ളിയേക്കാൾ ഒരൽപ്പം വലുതാണിത്. കുടീരത്തിൻ്റെ ചുമരുകൾ, വാതിലുകൾ മുഴുവനും ഖുർആൻ വാക്യങ്ങൾ മനോഹരമായി കൊത്തിവച്ചിരിക്കുന്നു. പേർഷ്യൻ ഭാഷയിലുള്ള കാലിഗ്രാഫിക് ഉദ്ധരണികൾ കൊണ്ട് വാതിലുകളും ജനലുകളും വളരെ അലങ്കാരമാണ്. സങ്കീർണമായ ശിലാഫലങ്ങൾ ഉപയോഗിച്ച് പോയിൻ്റ് ആർച്ചുകളാൽ ഉയർന്ന മേൽത്തട്ടും അറകളിലേക്കും സമൃദ്ധമായി അലങ്കരിച്ച ഭിത്തികളാലും അലങ്കരിച്ചിരിക്കുന്നു. 13 മീറ്ററുള്ള ഒരു അറയിലാണ് ഖബറുകൾ സ്ഥിതി ചെയ്യുന്നത്. സീലിങ്ങിനെ വളഞ്ഞ വശങ്ങളുള്ള 9 ചതുരങ്ങളായി തിരിച്ചിരിക്കുന്നു. മനോഹരമായ കമാനങ്ങളും ഹാളുകൾക്കും വലിയ കിരീടമുള്ള താഴികക്കുടങ്ങളോട് കൂടിയ സങ്കീർണമായ ഡിസൈനുകളാണ്. താമരദളങ്ങളുടെ അടിത്തട്ടിൽ നിന്ന് ഉയരുന്ന താഴികക്കുടത്തിന് 24 മീറ്റർ നീളമുണ്ട്. കമാനങ്ങൾക്ക് മുകളിൽ ഓരോ വശത്തും 6 ചെറിയ ഗോപുരങ്ങളുണ്ട്. 3 മധ്യ കമാനങ്ങളും ഏതാണ്ട് ഒരേ വലുപ്പത്തിലുള്ളവയാണ്. ഇവയ്ക്ക് ചുറ്റും കുഞ്ഞ് മിനാരങ്ങളുമുണ്ട്. അതേസമയം പുറത്തുള്ള കമാനങ്ങൾ മധ്യത്തിലെ 3 കമാനങ്ങൾക്ക് സമാനമാണ്. ഈ ക്രമീകരണം ശവകുടീരത്തിലെ ഒരു പ്രത്യേക സവിശേഷതയാണ്. സൂര്യപ്രകാശം കൊണ്ട് വെട്ടിത്തിളങ്ങുന്ന മസാറിൻ്റെ മിനാരങ്ങളിൽ നിന്ന് ഒരു തത്ത പറന്നുപോയി തൊട്ടടുത്ത പള്ളിമിനാരത്തിൻ്റെ മകുടത്തിൽ ഇരിപ്പുറപ്പിച്ചു. പക്ഷേ
എന്നെ അത്ഭുതപ്പെടുത്തിയത് പൊള്ളുന്ന ചൂട് പുറത്തുണ്ടായിട്ടും അകത്തളങ്ങളെല്ലാം നല്ല തണുപ്പാണ്. തൂണുകൾക്കിടയിലൂടെ നടന്ന് പള്ളിയുടെ പ്രധാന ഹാളിലെത്തുമ്പോൾ ഇമാം നിൽക്കുന്ന സ്ഥാനവും മിമ്പറും കാണാം. ബഡാൾട്ട് ശിലകളിൽ നിർമ്മിച്ചെടുത്ത മിമ്പർ കേടുകൂടാതെ ഇന്നും നിലനിൽക്കുന്നു. ഇന്തോ ഇസ്ലാമിക് പള്ളികളുടെ ഒരു ക്ലാസിക് സവിശേഷതയാണിത്. മിഹ്റാബിനെ കൊത്തിയെടുത്ത സ്റ്റക്കോയുടെ മനോഹരമായ ഒരു ഫ്രെയിമുണ്ട്. പള്ളിയുടെ പ്രധാന അലങ്കാര വസ്തുക്കളെല്ലാം പ്രധാനമായും പ്ലാസ്റ്ററും സ്റ്റക്കോയുമാണ്, പ്രത്യേകിച്ച് ഉൾഭാഗത്ത്. ഏകദേശം 47 വർഷം കൊണ്ടാണ് ഇബ്രാഹിം റൗസയുടെ പണി പൂർത്തിയായതെന്ന് പറയപ്പെടുന്നു. അങ്ങനെയാണെങ്കിൽ ഷാജഹാൻ താജ്മഹൽ പണിയുന്നതിന് മുമ്പേ ഔറംഗാബാദിലെ ബീവി കാ മക്ബറയും ഹൈദരാബാദിലെ ചാർമിനാറിന് മുമ്പേ എന്ന വാദം ഒരു ചോദ്യചിഹ്നമായി മുന്നിൽ നിൽക്കുന്നു. കാരണം ഔറംഗസേബിൻ്റെ ഭാര്യ ദിൽ റാസ് ബാനുവിൻ്റെ ഓർമ്മക്കായി മകൻ അസം ഷാ നിർമ്മിച്ചതാണ് ഔറംഗാബാദിലെ ബീവി കാ മക്ബറ. അതിൻ്റെ നിർമ്മാണകാലം 1661 കാലഘട്ടത്തിലാണ്. അതായത് ഇബ്രാഹിം റൗസയുടെ പണി തീർന്ന് 33 വർഷത്തിന് ശേഷം ഗോൽക്കൊണ്ടയിലെ സുൽത്താൻ മുഹമ്മദ് കൂലി കുത്തുബ് ഷാ പണിതുയർത്തിയ ഹൈദരാബാദിലെ ചാർമിനാർ, അതിൻ്റെ നിർമ്മാണകാലം 1589 1591 അതായത് ഇബ്രാഹിം റൗസയുടെ പണി ആരംഭിച്ചത് 9 വർഷങ്ങൾക്കു ശേഷം. താജ്മഹൽ പണി ആരംഭിച്ചതോ 1632 അതായത് ഇബ്രാഹിം റൗസയുടെ നിർമ്മാണം പൂർത്തിയായി 5 വർഷങ്ങൾക്ക് ശേഷമാണ്. ചില ചരിത്രരേഖകൾ ഇത് സാക്ഷ്യപ്പെടുത്തുന്നുമുണ്ട്. ഷാജഹാൻ തൻ്റെ പ്രണയിനിക്കായി ഒരു സ്മാരകം നിർമ്മിക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെ പരിഗണനയിൽ വന്നത് 2 നിർമ്മിതികളായിരുന്നു. അതിലൊന്ന് ഇബ്രാഹിം റൗസയുടേതാണെന്നും ചരിത്രകാരൻ പറയുന്നു. ആദിൽ ഷാഹി രാജവംശത്തിലെ സുൽത്താൻമാർ പലരും കല, സംസ്കാരം, കവിത, സംഗീതം എന്നിവയ്ക്ക് പ്രാധാന്യവും പിന്തുണയും നൽകിയ ഭരണാധികാരികളായിരുന്നു. ചിലരാകട്ടെ കവികളും സംഗീതജ്ഞന്മാരും ചിത്രകാരന്മാരുമായിരുന്നു. ഈ കഴിവുകളെല്ലാം ചേർന്ന സുൽത്താനായിരുന്നു ഇബ്രാഹിം ആദിൽ ഷാ രണ്ടാമൻ. ഉറുദു, കന്നഡ, മറാത്തി, ദക്കാനി എന്നീ ഭാഷകളിൽ അനായാസം സംസാരിച്ചിരുന്ന അദ്ദേഹം കിതാബ് ഇ നവറസ് എന്ന ഒരു കൃതിയും രചിച്ചിട്ടുണ്ട്. ചതുരംഗം കളിയിൽ വിദഗ്ധനായിരുന്നു അദ്ദേഹം. മികച്ച സംഗീതജ്ഞനും ഡക്കാനി പെയിൻറ്റിംഗ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മ ചരിത്ര രചനയും ഛായാചിത്രരചനയിലും കഴിയെഴുത്തു ശാസ്ത്രത്തിലും പ്രഗത്ഭനും ആയിരുന്നു. ഭൂതകാലത്തിൻ്റെ ഉജ്ജ്വലനായ ഓർമ്മകൾ പേറുന്ന ചരിത്ര നിർമ്മിതികളുടെ നഗരമായ ബീജാപ്പൂർ എന്ന് എത്ര കണ്ടാലും മതിവരില്ലെന്ന് മനസ്സിൽ കുറിച്ചിട്ടു. കൃത്യമായും ഇന്നത്തെ ഒരു ചരിത്രം, യാത്രകളിലൂടെയുള്ള ചരിത്രം, പ്രിയപ്പെട്ട റഹീം കല്ലായം എഴുതിയിട്ടുള്ള ചരിത്രം, നമുക്ക് ഓരോ ചരിത്ര നിർമ്മിതികളും നമ്മളെ കാണുമ്പോഴും അതല്ലെങ്കിൽ അതേക്കുറിച്ച് അറിയുമ്പോഴും നമ്മുടെ മനസ്സിൽ ഓരോ പുതിയ സന്തോഷങ്ങൾ വന്നെത്തുകയാണ്. നമുക്ക് ഓരോ ചരിത്രങ്ങളും, നമുക്ക് യാത്രകളേറെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇതുപോലുള്ള ചരിത്രങ്ങൾ കേൾക്കുമ്പോഴും അതോടൊപ്പം തന്നെ നേരിൽ കാണുമ്പോഴുമുള്ള ഒരു സന്തോഷം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയാത്തൊരു സന്തോഷമുണ്ടാവും. യാത്രകളെ ഏറെ ഇഷ്ടപ്പെടുന്ന ഞാനടക്കമുള്ള പ്രിയപ്പെട്ട ഓരോരുത്തരും, നമ്മളടക്കമുള്ളവർ എല്ലാവരും യാത്രകളെ ഇഷ്ടപ്പെടുന്നവരാണ്. അത് എങ്ങോട്ടാണെങ്കിലും ഓരോ നിർമ്മിതികളെക്കുറിച്ചും അതുപോലെ തന്നെ ഓരോ ചരിത്രങ്ങളെക്കുറിച്ചും അറിയാനും കേൾക്കാനുമുള്ള ഒരു സന്തോഷം, അത് മനസ്സിൽ തട്ടുന്ന രീതിയിലാവുമ്പോൾ
കുറേ കൂടി അനുഭവങ്ങൾ നമുക്ക് നമ്മുടെ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്തിയെടുക്കാൻ കഴിയും. ഏതായാലും ഇന്നത്തെ മിനാരങ്ങളുടെ നഗരം എന്ന തലക്കെട്ടിൽ പ്രിയപ്പെട്ട റഹീം കല്ലായം എഴുതിയുള്ള യാത്ര, ആ ഒരു ലേഖനമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചത്. അത് ഇന്നലെ വന്ന ചന്ദ്രികയിൽ വാരാന്ത്യ പതിപ്പിൽ, ഇന്നലെ ഞായറാഴ്ച ജൂലൈ 13 വന്ന വാരാന്ത്യ പതിപ്പിൽ വന്നിട്ടുള്ള ചന്ദ്രികയിൽ വന്നിട്ടുള്ള ആ ഒരു ലേഖനമാണ്, ആ ഒരു ചരിത്രമാണ് നിങ്ങൾക്ക് മുന്നിൽ എത്തിച്ചത്. ഏതായാലും ആ ഒരു നിർമ്മിതിയുടെ ഫോട്ടോ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ കാണിക്കുകയാണ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു ചരിത്രം ഇതാണ്. ഇന്നത്തെ ചരിത്രത്തിൽ ഈ ഒരു നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ച ആ ചരിത്ര നിർമ്മിതിയുടെ ആ ഫോട്ടോ കൂടി നിങ്ങൾക്ക് മുമ്പിൽ എത്തിക്കുകയാണ്. ഏതായാലും വളരെ ഭംഗിയോടുകൂടി നമുക്ക് കാണുന്ന ഇതുപോലുള്ള ചരിത്ര സ്മാരകങ്ങൾ, ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന ഇതുപോലുള്ള സ്മാരകങ്ങൾ ഇനിയും ഒരുപാട് നമുക്ക് ഇതേക്കുറിച്ച് ഇതുപോലുള്ള ചരിത്രങ്ങൾ കേൾക്കാനും അതുപോലെ തന്നെ നേരിൽ കാണാനുമൊക്കെ നമുക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇതുപോലുള്ള വീഡിയോയുമായി ചരിത്രങ്ങളുമായും മറ്റുമൊക്കെയായി നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വീണ്ടും എത്തും. അപ്പോൾ നിങ്ങൾ വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കാനും അതോടൊപ്പം തന്നെ വീഡിയോ മുഴുവനായി കാണാനും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനുമൊക്കെ നിങ്ങൾ ശ്രമിക്കണമെന്ന് നിങ്ങളോട് വളരെ വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.